ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർച്ചന. എൻ്റെ വീട് തിരുവനന്തപുരം. ബൈ പ്രൊഫഷൻ ഐ ആം ആൻ അഡ്വക്കേറ്റ്. തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ അഡ്വക്കേറ്റായി ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഹീലർ അല്ലെങ്കിൽ ആസ്ട്രോളജറായിട്ട് അറിയപ്പെടാനാണ് എനിക്കാഗ്രഹം. വക്കീലെങ്ങനെ സ്പിരിച്വൽ ഹീലറായി, അല്ലെങ്കിൽ എന്തിന്? അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു വലിയ ഉത്തരമുണ്ട്. അത് ഞാൻ മറ്റൊരവസരത്തിൽ പറയുന്നതാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹോ'ഒപ്പനോപോണോ. അതൊരു ഹവായിയൻ ഹീലിംഗ് ടെക്നിക്കാണ്. പുരാതനമായ ഒരു ഹവായിയൻ ഹീലിംഗ് പ്രാക്ടീസാണ് ഹോ'ഒപ്പനോപോണോ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഹീൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇമോഷണൽ ഹീലിംഗ്, അൺറിസോൾവ്ഡ് പ്രോബ്ലംസ്, നമുക്ക് സോൾവ് ആവാതെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും, ടു റീസ്റ്റോർ ലൈഫ് ഹാർമണി, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ, ഇപ്പോൾ താളം തെറ്റി കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ക്രമത്തിൽ കൊണ്ടുവന്നൊരു സന്തുലിതാവസ്ഥ ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹീലിംഗ് ടെക്നിക്കാണ് ഹോ'ഒപ്പനോപോണോ. ഇത് ഹവായിയൻ സൈക്കാട്രിസ്റ്റായ ഹ്യൂ ലാൻഡ് എന്ന ഒരു ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരു മെൻ്റൽ അസൈലത്തിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിൽ, ഒരു പ്രത്യേക വാർഡിൽ കുറേ പേഷ്യൻസ് എത്ര തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഹീലിംഗ് കൊടുത്തിട്ടും അവർ റിക്കവർ ആവുന്നില്ല, അവർ ബാക്ക് ടു ലൈഫ് വരുന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അങ്ങനെ അദ്ദേഹം ദിവസവും ഈ പേഷ്യൻസിൻ്റെ ഫയലെടുത്ത് വെച്ചിട്ട്, ഓരോ പേഷ്യൻസിൻ്റെയും ഫയലെടുത്ത് കയ്യിൽ വെച്ചിട്ട് 4 അഫർമേഷൻസ് പറഞ്ഞു. അതാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇങ്ങനെ ഓരോ പേഷ്യൻസിൻ്റെ ഫയലെടുത്തിട്ട് ഈ 4 അഫർമേഷൻസ് പറഞ്ഞു. ഈ 4 അഫർമേഷൻസാണ് മാജിക്കൽ അഫർമേഷൻസ്. അത് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും രോഗികളിൽ വ്യത്യാസം വരാൻ തുടങ്ങി. അവർ ബാക്ക് ടു ലൈഫ് വരാൻ തുടങ്ങി. ഏകദേശം 2 വർഷമായപ്പോഴേക്കും ആ വാർഡിലുള്ള എല്ലാ പേഷ്യൻസും ബാക്ക് ടു ലൈഫ് വന്നു, നോർമൽ ലൈഫിലേക്ക് വന്നു. അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയി. ഡോക്ടർക്ക് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം ഈ ടെക്നിക്ക് ഹോ'ഒപ്പനോപോണോ എന്ന പേരിൽ മറ്റുള്ള ആളുകൾക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇത് പ്രചാരത്തിൽ വന്നു. നമ്മുടെ കേരളത്തിലും ഹോ'ഒപ്പനോപോണോ ഹീലിംഗ് ടെക്നിക്സ് യൂട്യൂബിലൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. പുതുവർഷം വരുമ്പോൾ അവർക്ക് മനസ്സിലുള്ള അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഹീലായി, അവരുടെ റിലേഷൻഷിപ്സൊക്കെ ഹീലായി പുതുവർഷത്തെ വരവേൽക്കാൻ വളരെ നല്ലൊരു മനസ്സോടുകൂടി, ശാന്തമായ മനസ്സോടുകൂടി ഹാപ്പിയായിട്ട് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹോ'ഒപ്പനോപോണോ ഇത് വെറും ഒരു ഹീലിംഗ് ടെക്നിക്കല്ല. ഈവൻ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. എന്തുകൊണ്ടാണ് ക്യാൻസർ ഇത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെന്താണ് വ്യാപിക്കുന്നത് ഈ രോഗം? വൺ ഓഫ് ദ മെയിൻ കോസസ് ഫോർ ക്യാൻസർ ഈസ് സപ്രസ്ഡ് ഇമോഷൻസ്. നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന, നമ്മൾ അടക്കി വെക്കുന്ന നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ പെയിൻസ്, അതാണ് ക്യാൻസറായിട്ട് മാറുന്നത്. അത് ഒരു വൺ ഓഫ് ദ റീസൺ ഫോർ ക്യാൻസറാണ്. അതുപോലെ നമ്മുടെ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഹീലാവാതെ കിടക്കുന്ന പെയിൻസ്, നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഴത്തിലേറ്റ മുറിവുകളൊക്കെ ഹീലാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. അറിയാമല്ലോ, നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡള്ളാകും, കണ്ണിന് ചുറ്റും ഡാർക്ക്നെസ് വരും. അപ്പോൾ നമ്മൾ പറയും അവർ ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ വിഷമമാണ്, അവർ ഹീലാവാതെ അവർക്ക് എന്തോ പെയിനുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പെയിനൊക്കെ ഹീലാവാൻ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇത് ആർക്കെല്ലാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെല്ലാം ഈ പ്രാക്ടീസ് ചെയ്യാം?
ആർക്ക് വേണോ ചെയ്യാം. ജാതി മത ഭേദമന്യേ, ഏജ് വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെയ്യാം. എപ്പോൾ ചെയ്യാം? ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. രാത്രിയോ പകലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ഇത് എത്ര പ്രാവശ്യം ചെയ്യാം? എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു ദിവസം ചെയ്യാം. എത്ര സമയം ചെയ്യണം അല്ലെങ്കിൽ എത്ര തവണ ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് 108 പ്രാവശ്യം ഈ 4 അഫർമേഷനും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണം. അതൊരു 10 to 15 മിനിറ്റ്സിൽ നമുക്കത് പറയാൻ പറ്റും. സ്പീഡ് അനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ സ്പീഡിൽ ടൈമില്ലെങ്കിൽ സ്പീഡ് കൂട്ടി പറയാം, ടൈം ഉണ്ടെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പറഞ്ഞാൽ ഒരു 10 to 15 മിനിറ്റ്സിൽ നമുക്ക് ഈ 4 അഫർമേഷൻസിനും പറയാം. അപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ ഉണരുമ്പോഴും രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ, ബെഡിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ അഫർമേഷൻസ് പറയുകയാണെങ്കിൽ അത് നല്ലോണം വർക്ക് ചെയ്യും. അപ്പോൾ ബെസ്റ്റ് ടൈം അതാണ്. പിന്നെ ഇത് എങ്ങനെയാണ് പറയേണ്ടത്? ഇപ്പം നമ്മൾ പുറത്ത് ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും വേണ്ട. കണ്ണടച്ച് നമുക്ക് കൈകൾ ഹാർട്ട് ചക്ര നമ്മുടെ ഇങ്ങനെ ഒരു കൈ വയ്ക്കാം, അല്ലെങ്കിൽ 2 കൈകളും ഇങ്ങനെ ഹാർട്ട് ചക്രയിൽ ചേർത്ത് വെച്ചിട്ട് കണ്ണടച്ച് ഈ അഫർമേഷൻസ് പറയാം. അല്ല ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്കൊരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കാം, ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കാം. പിന്നെ ഒരു വാട്ടർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു പോട്ടിൽ, ഒരു കുടത്തിൽ ഒരു ചെറിയ വാട്ടർ പ്ലാന്റ് വെച്ചിട്ട് അത് നമുക്ക് നമ്മുടെ ടേബിളിൽ വയ്ക്കാം. പിന്നെ എന്തെങ്കിലും മണം സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു പെർഫ്യൂമോ സെൻറ്റോ എന്തെങ്കിലും നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലത്ത് വെക്കാം. പിന്നെ ഒരു പാത്രത്തിൽ കല്ലുപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിന് ചുറ്റും കുറച്ച് കല്ലുപ്പ് വിതറാം. നമ്മൾ റിലീസ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് കല്ലുപ്പ് അബ്സോർബ് ചെയ്യും. അഫർമേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ അത് കളക്ട് ചെയ്ത് പുറത്തേക്ക് കളയാവുന്നതാണ്. പിന്നെ നമുക്ക് ക്രിസ്റ്റൽസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ ഇങ്ങനെ 2 കയ്യിലും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഹാർട്ട് ചക്രയിൽ വെച്ചിട്ട് അഫർമേഷൻ പറയാവുന്നതാണ്. അല്ല എന്തെങ്കിലും ഹോളി ബുക്കാണുള്ളതെങ്കിൽ നമുക്ക് ഹോളി ബുക്ക് കയ്യിൽ വെച്ചിട്ട് ഈ അഫർമേഷൻ പറയാവുന്നതാണ്. എന്തെങ്കിലും സിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പറയാവുന്നതാണ്. പിന്നെ ഇത് പറയുന്നതിന് മുന്നേ നമ്മളൊരു ഗുരു പരമ്പര ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുരു പരമ്പരയെ വിളിക്കുക, പ്രാർത്ഥിക്കുക. അല്ല നമുക്കിപ്പോൾ ഇഷ്ടദേവനോ ദേവിയോ ഉണ്ടെങ്കിൽ ആ ദേവതയോട് ഹെൽപ്പ് ചോദിക്കാം. നമ്മുടെ മാതാപിതാക്കളുടെ പൂർവികന്മാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങാം, അവരുടെയൊക്കെ ഹെൽപ്പ് ചോദിക്കാം. അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തനിച്ച് ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി റിസൾട്ട് കിട്ടും. വേഗം വർക്ക് ചെയ്യും അഫർമേഷൻസ്. ഇതുമല്ല ഏത് കാര്യമായാലും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ദേവതകളുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തനിച്ച് ചെയ്യുന്നതിനേക്കാളും 100 ഇരട്ടി റിസൾട്ട് കിട്ടും. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസാണ് ഇത് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻ ഹീൽ ചെയ്യാം? ഒന്നാമത്തെ നമുക്ക് റിലേഷൻഷിപ്സ്. ഇപ്പോൾ അത് ജീവിച്ചിരിക്കുന്നവരാകാം, മരിച്ചു പോയവരാകാം. നമ്മളിപ്പോൾ മരിച്ചു പോയവരോട് നമുക്കിനി പോയി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് കുറ്റബോധമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ അഫർമേഷൻസ് വെച്ചിട്ട് ഏത് സിറ്റുവേഷനാണ് നമ്മൾ അവരോട് തെറ്റ് ചെയ്തത് അതിന് നമുക്ക് മാപ്പ് ചോദിക്കാം. അപ്പോൾ അത് സ്പിരിച്വൽ ലെവലിൽ ആ ഹീലിംഗ് നടക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും അത് വ്യത്യാസം വരും. പിന്നെ നമ്മളെ വിട്ടുപോയ സുഹൃത്തുക്കൾ, ഇപ്പോൾ കാണാൻ പറ്റാത്ത അകലത്തിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ദൂരത്തിൽ പിരിഞ്ഞു പോയ സുഹൃത്തുക്കളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ അഫർമേഷൻ പറയാം. പിന്നെ നമ്മുടെ രോഗം എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് നീ പെയിൻ, മുട്ടുവേദന, നമുക്ക് മുട്ടിൽ വേദനയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ എപ്പോഴും പറയും, അയ്യോ വല്ലാത്ത മുട്ടുവേദനയാണ്, ഇത് നാശം, ഈ മുട്ടുവേദന എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എന്തൊരു പെയിനാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പെയിനാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അസുഖം കൂടെയുള്ളൂ. അപ്പോൾ ആ പെയിൻ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം? അപ്പോൾ ആ പെയിനിനോടാണ് നമ്മൾ പറയേണ്ടത്. പെയിനോട് പറയണം, ഐ ആം സോറി. പെയിനോട് എന്തിനാ സോറി പറയുന്നതെന്നല്ലേ? എന്തുകൊണ്ടാണ് കാലിൽ പെയിൻ വന്നത്? ഇപ്പം നീ മുട്ടിൽ പെയിൻ എന്താ വരുന്നത്? നമ്മൾ ബോഡി വെയിറ്റ് ഓവറായിട്ട് എല്ലുകൾ കംപ്രസ്സായിട്ട്
എല്ലുകൾ കൂട്ടി മുട്ടിയാൽ നല്ല പെയിനാണ്. അല്ലെങ്കിൽ എന്താ, നമ്മുടെ എല്ലിന് തേയ്മാനം വരണം, അപ്പോഴും നീ പെയിൻ വരും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്പ്രെയിൻ, എന്തെങ്കിലും ഉളുക്കോ മറ്റോ വന്നിട്ട് സ്പ്രെയിൻ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ തട്ടുകയോ ചെയ്തിട്ട് ആയിരിക്കണം പെയിൻ വന്നത്. അപ്പോൾ അതിനൊരു റീസണുണ്ട്. പക്ഷേ നമ്മൾ ഈ പെയിൻ എന്ന് പറഞ്ഞിട്ട് പെയിനിനെയാണ് പഴിക്കുന്നത്. പക്ഷെ പെയിൻ നല്ലതാണ്. കാരണം അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പെയിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെയിനോട് പറയണം, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ നിന്നെ ഒരുപാട് അബ്യൂസ് ചെയ്തു, നിന്നെ ഞാൻ ഒരുപാട് മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചു. അതുകൊണ്ട് നീ എന്നോട് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നീ എനിക്ക് മാപ്പ് തരൂ. ഐ താങ്ക് യു, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. കാരണം നീ എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇങ്ങനെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ ഇതൊക്കെയാണ് സംഭവിക്കുക, ഇങ്ങനെ പെയിൻ വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ നീ എനിക്ക് മനസ്സിലാക്കി തന്നു. എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണ്. ഇങ്ങനെ വേണം നമ്മൾ അഫർമേഷൻസ് പറയേണ്ടത്. ഇങ്ങനെ ഓരോരോ സിറ്റുവേഷനിലും നമുക്കിത് പറയാം. അത് അവരവരുടെ ആവശ്യമനുസരിച്ചിട്ട് ഈ അഫർമേഷൻസ് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉപയോഗിക്കുക. ഇത് എങ്ങനെ പറയേണ്ടത്? സിൻസിയറായിട്ട് പറയണം, ആത്മാർത്ഥതയോടുകൂടി പറയണം. പിന്നെ എന്താ വേണ്ടത്? കൺസിസ്റ്റൻസി വേണം, തുടർച്ചയായിട്ട് പറയണം, എല്ലാ ദിവസവും പറയണം, കുറേ കാലത്തേക്ക് പറയണം. പിന്നെ എന്താ, ഒരു വില്ലിങ്നെസ് വേണം. ഈ പ്രോബ്ലം സോൾവ് ആവണം, അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആകണം എന്ന് നമുക്ക് മനസ്സിനകത്തു നിന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടത്തോടു കൂടി വേണം, വില്ലിങ്നെസ്സോടു കൂടി വേണം ഈ അഫർമേഷൻസ് പറയേണ്ടത്. എങ്കിലേ ഇത് വർക്കാകൂ. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ അഫർമേഷൻസ് പറയുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജി, ഒരു വൈറ്റ് ലൈറ്റ് ഓർ ഗോൾഡൻ ലൈറ്റ് നമ്മുടെ ആ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ പെയിൻ അവിടെ വന്ന് അത് ഹീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. ഈ സങ്കല്പിക്കുന്നതിനുള്ള ഒരു പവർ ഉണ്ടല്ലോ, അതാണ് ഹീലിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് വിഷ്വലൈസ് ചെയ്യണം, ആ ഒരു എനർജി വരുന്നു, ആ യൂണിവേഴ്സ് ഡിവൈൻ എനർജി വരുന്നു, നമ്മളെ ഹീൽ ചെയ്യുന്നു. ഒരു ഫീലിങ്സോട് കൂടി വേണം ഈ അഫർമേഷൻസ് പറയാൻ, അതായത് വെറുതെ വാക്കുകളാവരുത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു അഫർമേഷൻ എങ്ങനെ പറയണമെന്ന് ചൊല്ലിത്തരാം. ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, കൈകൾ ഹാർട്ട് ചക്രയിൽ കൊണ്ടുവരിക, കണ്ണുകൾ അടയ്ക്കുക, റിലാക്സ്ഡ് ആകുക, മൈൻഡും ബോഡിയും ഒക്കെ റിലാക്സ്ഡ് ആയിട്ട് സിറ്റുവേഷനോട് പറയുക. സിറ്റുവേഷൻ മനസ്സിൽ ഓർക്കുക, നല്ലോണം വിഷ്വലൈസ് ചെയ്യുക. അത് ഹീലാവണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി വന്ന് ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പെയിനെ ഹീൽ ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പെയിനിനോട് പറയുകയാണ്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഈ ഫീൽ വരണം, ഉള്ളിൽ നിന്ന് വരണം. ഇതിനേക്കാൾ ഫീൽ വന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ നല്ലതാണ്, പെട്ടെന്ന് ഹീലിംഗ് നടക്കും. പിന്നെ ഇതൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉള്ള വീടാണെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്ന് ചെയ്യുക, ആർക്കും തെറ്റിദ്ധാരണ വരണ്ട. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല പുതുവർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.